ഈ പിക്കിൽ ഇവർ 3 പേരും ഉണ്ട്. ആദ്യത്തെ ഹസ്ബൻഡ്, ഇപ്പോഴത്തെ കാമുകൻ ആൻഡ് ചിന്നു. ഇവരുടെ നൃത്തം കണ്ടിട്ട് ഇവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രജുവായിട്ട് ചിന്നുവിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഫോട്ടോ തന്നെ ഉണ്ടാവത്തില്ല. ഇനി ഇതിന്റെ പേരിൽ അവൻ ഇനി ജയിലിലും കൂടി പോയി കിടക്കേണ്ടി വരും. അതേപോലെ എല്ലാവരും നാട്ടുകാർ മുഴുവൻ അതും പറയാൻ തുടങ്ങി എന്നുള്ള സംഭവം കൊണ്ടാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസം മുമ്പാണ് ഇൻസ്റ്റാഗ്രാമിൽ കാസർഗോഡ് ഭാഷയിൽ വീഡിയോസ് ഒക്കെ ചെയ്ത് വൈറലായ ചിന്നു പപ്പുവിന്റെ മരണത്തെ പറ്റി വീഡിയോ ചെയ്തത്. ഈ മരണ കാരണം ഇപ്പോഴും സ്റ്റിൽ വ്യക്തമല്ല. ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചിന്നു പപ്പുവിന്റെ നിലവിലുള്ള കാമുകനെ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്യുകയും പുള്ളിക്കാരന്റെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ തന്നെ ഈ പയ്യനെ, ഈ നിലവിലുള്ള കാമുകനെ പോലീസ് ചോദ്യം ചെയ്തിട്ട് വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, ഈ നിലവിലുള്ള കാമുകൻ സന്ദേശം എന്നാണ് പുള്ളിയുടെ പേര്, ഈ സന്ദേശം ജീവനൊടുക്കുകയുണ്ടായി. ഈ വീഡിയോയിൽ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ചിന്നു പപ്പുവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ റീസൺസ് ഇപ്പോഴും വ്യക്തമല്ല. ന്യൂസിലൊക്കെ പല റീസൺസ് പറയുന്നുണ്ട്. മെയിനായിട്ട് ഒരു 2 റീസൺസ് ആണ് പറയുന്നത്. അതിനകത്ത് ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ മാരേജിൽ ഉണ്ടായ ഇഷ്യൂ, പുള്ളിക്കാരത്തിയുടെ പ്രീവിയസ് ലൈഫിനെ പറ്റി നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട്. പുള്ളിക്കാരത്തിക്ക് ആദ്യം ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, അത് ഡിവോഴ്സിന്റെ വക്കിലായി നിൽക്കുകയാണ്. ഇവർ തമ്മിൽ 1 ഇയർ പുറത്തായിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണ്. ഇപ്പൊ നിലവിൽ ഈ സന്ദേശമായിട്ട് പുള്ളിക്കാരത്തിയുടെ ബോയ് ഫ്രണ്ട് ആണ്. ഈ പയ്യനുമായിട്ട് ഒരു വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാടക വീട്ടിൽ വെച്ചിട്ടാണ് ഈ ചിന്നു പപ്പു ജീവൻ കൊടുക്കുന്നത്. ഈ ചിന്നു പപ്പുവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് റീസൺ ന്യൂസ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അതിലൊരു വ്യക്തത വരുത്താനുണ്ട്, അതുകൊണ്ടാണ് അത് അഗെയിൻ ഞാൻ കേൾപ്പിക്കുന്നത്. ഈ സ്വന്തം ഭർത്താവ് പ്രണയിച്ച് വിവാഹം കഴിച്ച് ഒരു മകൻ ഉണ്ട്, ആ ഒരു ഭർത്താവ് തന്നെ ഉപേക്ഷിച്ച് മറ്റൊരു യുവതിയോടൊപ്പം, അതും വിവാഹിതയായ കുട്ടികളൊക്കെ ഉള്ള ഒരു യുവതിയോടൊപ്പം പോകുന്ന ഒരു സാഹചര്യം, അത് ഇവരെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണ് ഈ കാൺസുഹൃത്തിനെ ചോദ്യം ചെയ്തതിൽ മനസ്സിലാക്കുന്നത്. ചിന്നു പാപ്പുവിന്റെ ആദ്യത്തെ ഭർത്താവ് പുള്ളിക്കാരൻ വേറൊരു യുവതിയുമായിട്ട് ഒളിച്ചോടുകയുണ്ടായി. അതും ഈ ചിന്നു പാപ്പു മരിക്കാൻ ഒരു റീസൺ ആണ് എന്നുള്ള തരത്തിലും വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് സത്യാവസ്ഥയാണ് നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്ക് കിട്ടിയ കുറച്ച് ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ പ്രജു എന്ന് പറയുന്ന ഈ ആദ്യത്തെ ഭർത്താവിനകത്ത് എന്തെങ്കിലും പുള്ളി നിരപരാധിയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. അവന് ഇതായിട്ട് യാതൊരു ബന്ധമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയേണ്ടി വരുന്നത്. 1-2 കാര്യങ്ങൾ ഞാൻ കാണിക്കാം. ഇത് ചിന്നു പാപ്പു തന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ട വീഡിയോ ആണ്. പ്രജുന്ന് ഈ ഒരു ഭാഗത്തായിട്ട് ടാറ്റു വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോന്റെ ഹെഡിങ് നോക്കൂ, ഗായ്സ് പ്രജുവിന്റെ നെയിം ടാറ്റു റിമൂവ് ചെയ്തു, ന്യൂ ടാറ്റു. 2024 ഏപ്രിൽ 22 ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രജു നടിച്ചേക്കുന്ന ആ ടാറ്റു കയ്യിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പുള്ളിക്കാരത്തി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട സമയത്ത് അതിൻ്റെ ഇടയിൽ കമന്റ് വന്നിട്ടുണ്ട്, ടേപ്പ് കിട്ടിയ കാരണം മായ്ച്ച് കളയാണല്ലേ എന്നും പറഞ്ഞിട്ട് കമന്റ് അടക്കം വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ ലാസ്റ്റ് 1-2 കൊല്ലത്തെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രജുവിനെ ആ വീഡിയോക്കകത്തൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആദ്യ കാലങ്ങളിലുള്ള വീഡിയോസിനകത്ത് മാത്രമായിരുന്നു ഈ പ്രജുവിനെ അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. സോ വിച്ച് മീൻസ് ഇവർ കുറച്ചധികം നാളുകളായിട്ട് തന്നെ പിരിഞ്ഞ് താമസിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ടാറ്റു തന്നെ റിമൂവ് ചെയ്തത്. ഇതിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇനി ഒരു ഫോട്ടോ കാണിക്കാം. ഈ ഫോട്ടോ കാണുമ്പോഴാണ് ഭയങ്കര കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നാൻ പോകുന്നത്. ഇത് ഏതാണ്ട് ഒരു ജാനുവരി 2025 ജാനുവരിയിൽ എടുത്ത ഒരു പിക്കാണ്. കുറെ ആളുകളുടെ ഫോട്ടോസ് ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 3 പേരുടെ ഫോട്ടോസ് മാത്രമാണ് ഞാൻ ബ്ലർ ചെയ്യാതെ വെച്ചിരിക്കുന്നത്. ഈ വ്യക്തി അറിയാലോ, ഇത് ചിന്നു പാപ്പു. ആൻഡ് ഈ കണ്ണിൽ വരയിട്ടേക്കുന്ന വ്യക്തി ആണ് ചിന്നുവിന്റെ ആദ്യത്തെ ഹസ്ബൻഡ്. ഞാൻ പുള്ളിയുടെ ഫേസ് ഞാനായിട്ട് റിവീൽ ചെയ്യുന്നില്ല. ഈ ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയാണ് ഇപ്പൊ മരിച്ച സന്ദേശ്. ഈ സന്ദേശിന്റെ കയ്യിൽ ഒരു കുട്ടി ഇരിപ്പുണ്ട്. സോ എന്റെ ഒരു നിരീക്ഷണം വെച്ചിട്ട് ആ കുട്ടീന്റെ ഫേസ് ഞാൻ ബ്ലർ ചെയ്ത് വെച്ചേക്കാണ്. ആ കുട്ടി ഇവരുടെ കുട്ടിയാണ്. ഈ ചിന്നുവിന്റെ ആദ്യത്തെ മാരേജിൽ ഉണ്ടായ കൊച്ചിനെയാണ് സന്ദേശം എടുത്തുകൊണ്ട് നിൽക്കുന്നത്. 100% ഉറപ്പല്ല, കാര്യം ആ കുട്ടീന്റെ മുഖം അത്ര വിസിബിൾ അല്ല ആ ഒരു പിക്കിനകത്ത്. ബട്ട് ഏതാണ്ട് ഒരു രൂപമൊക്കെ വെച്ച് നോക്കിയ സമയത്ത് ആ കുട്ടി തന്നെയാണ് ഈ കുട്ടി എന്നാണ് എനിക്ക് മനസ്സിലായത്. സോ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാവാം, ഇവർ പിരിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ ഒരു ടാറ്റു ഇവിടെ കാണിച്ച് ടാറ്റു റിമൂവ് ചെയ്ത വീഡിയോ 2024 ഏപ്രിലാണ് പ്രജുവിന്റെ ടാറ്റു റിമൂവ് ചെയ്തത്. ഈ ഫോട്ടോയുടെ ഡേറ്റ് നമുക്ക് ഈ ഫോട്ടോയ്ക്കകത്ത് അവൈലബിൾ അല്ല. പക്ഷേ ഈ ഒരു ഫോട്ടോയ്ക്കകത്ത് സെയിം കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ചിന്നു തന്നെ പോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ഫോട്ടോ ആണ്. ഇത് ജാനുവരി 15, 2025 അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനുവരി 2025 ആ ഒരു സമയത്താണ് ഒരു അമ്പലത്തിന് ഉത്സവം സംതിങ് എന്താണെന്ന് തോന്നുന്നു. ആ സമയത്താണ് ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ആ സമയത്ത് എടുത്ത പിക്കാണ്. സെയിം കോസ്റ്റ്യൂമിൽ തന്നെ എടുത്ത പിക്കാണ് ഈ പിക്ക്. ഈ പിക്കിൽ ഇവർ 3 പേരും ഉണ്ട്. ആദ്യത്തെ ഹസ്ബൻഡ്, ഇപ്പോഴത്തെ കാമുകൻ ആൻഡ് ചിന്നു. ഇവരുടെ നൃത്തം കണ്ടിട്ട് ഇവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രജുവായിട്ട് ചിന്നുവിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഫോട്ടോ തന്നെ ഉണ്ടാവത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്ദേശമായിട്ട് ചിന്നു റിലേഷൻഷിപ്പ് ഉള്ള സമയത്താണ് ഈ ഒരു പിക്ക് എടുത്തേക്കുന്നത്. ഈ 2025 തന്നെ വേറെ പിക്കുകൾ ഇട്ടിട്ടുണ്ട്. 2025 ജാനുവരി 11 ഇട്ട പിക്കാണ് ചിന്നുവും സന്ദേശവും തമ്മിലുള്ള പിക്ക്. ആൻഡ് ഇത് കൂടാതെ വേറെയും 2025 ജൂലൈ 6 ഇട്ട പിക്കാണ് ഇവർ രണ്ടുപേരും കൂടെ. ആൻഡ് ഇത് മെയ് 23, 2025 ഇട്ട പിക്കാണ്. സോ ഇവർ തമ്മിലുള്ള പിക്കുകൾ ഇവർ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
വിച്ച് മീൻ ഈ സമയത്തൊന്നും ഫസ്റ്റ് ഹസ്ബൻഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, അവർ തമ്മിൽ പ്രശ്നങ്ങളും ഇല്ലെന്നാണ് ആദ്യത്തെ പിക്കിൽ നിന്ന് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഈ ന്യൂസിൽ പറയുന്ന പോലെ ഈ ചിന്നുവിന് ആദ്യത്തെ ആ ഒരു റിലേഷൻഷിപ്പുമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മാരേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാനസിക വിഷമം അല്ലെങ്കിൽ ഒരു മാനസിക പ്രയാസം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു മരണകാരണമായിട്ട് ഇത് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇത് എടുത്തു പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോയിൽ ഇപ്പോൾ ഞാൻ കാണിച്ച 3 പേരിൽ 2 പേര് മരിച്ചുപോയി, ഒരാൾ മാത്രമാണ് ഇപ്പോൾ ജീവനുള്ളത്. അത് ഫസ്റ്റ് ഹസ്ബൻഡ് ആയിട്ടുള്ള പ്രജു ആണ്. പുള്ളിക്ക് നാളെ ജീവിക്കേണ്ടതാണ്. സോ അങ്ങനെ ഒരു അലിഗേഷൻ പുള്ളിയുടെ തലയോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോ ഐഡിയ. ആ കുഞ്ഞിന് വേറെ ആരും ഇല്ലാതാവും. 4 വയസ്സുള്ള ഒരു കുഞ്ഞ് മാത്രമാണ് ഇവർക്കുള്ളത്. അതിനിപ്പോൾ ഒരു അച്ഛൻ എന്ന് പറയാൻ ആ പ്രജു മാത്രമേ ഉള്ളൂ. ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയേണ്ടത് അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്, അല്ലെങ്കിൽ പ്രജു തന്നെ മുന്നോട്ട് വന്ന് പറയേണ്ടതാണ്. ഈ ചിന്നു മരിച്ച സമയത്ത് ഈ കുറെ കമന്റ്സ് വരുന്നുണ്ടായിരുന്നു, നീ കൊന്നില്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് വരുന്നുണ്ടായിരുന്നു. അതെല്ലാം ഈ പ്രജുവിനെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടായിരുന്നു ആ ഒരു കമന്റ്സ് ഒക്കെ വന്നിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു സന്ദേശിനേക്കാളും കൂടുതൽ സൈബർ ബുള്ളിങ് ഇവിടെ നേരിട്ടിട്ടുള്ളത് ഈ ചിന്നുവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രജു ആണ്, ആദ്യത്തെ ഹസ്ബൻഡ് ആണ്. അതുകൊണ്ടുകൂടിയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഇതിനകത്ത് വേറെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ നോ ഐഡിയ. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. ഇനി ചിന്നു മരിക്കാൻ കാരണമായിട്ട് ന്യൂസിൽ പറഞ്ഞ രണ്ടാമത്തെ റീസൺ ഞാൻ പറയാം. ന്യൂസ് ഒന്ന് കേൾക്കാം ആദ്യം. സംഭവിച്ചത് എന്ന് തന്നെ മനസ്സിലാക്കണമല്ലോ. അതിനപ്പുറം ഇവരുടെ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നുവെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കാരണം ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ മറ്റ് സൗഹൃദങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള സൗഹൃദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ ഈ മരണത്തിന് പല കാരണങ്ങളുണ്ടോ? തീർച്ചയായും അത്തരം ഒരുപാട് കാരണങ്ങൾ പോലീസ് നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ട്. ടോപ്പൻ അത് നേരത്തെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാളുടെ അത്രയും വ്യക്തിപരമായ കാര്യങ്ങളാണ്. ആ ആൾ ജീവനോടെ ഇല്ല. ഒരുപാട് ആളുകൾ അവരുടെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വിശദമായി പങ്കുവെക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. അതായത് ഈ വിവാഹവും അതോടനുബന്ധിച്ച് ഈ ആൺ സുഹൃത്തുക്കളും അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനെ ചൊല്ലി ഏറ്റവും ഒടുവിലുള്ള ആൺ സുഹൃത്തും ഇവരും തമ്മിൽ കഴിഞ്ഞ 4-5 ദിവസമായി നിരന്തരം വഴക്കായിരുന്നു എന്നാണ് പറയുന്നത്. അത് മറ്റൊരു ആൺ സുഹൃത്തിനെ ചൊല്ലിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ അനുഭവിച്ച് കൊണ്ടിരുന്നു. പക്ഷേ ഇതൊന്നും ഇവരുടെ കുടുംബം, ഇവരുടെ വീട്ടിലോ പിതാവിനോ അല്ലെങ്കിൽ സഹോദരനോ ഒന്നും അറിയിക്കാതെ ആയിരുന്നു ഇവർ ഈ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നതും. വളരെ സന്തോഷവതിയായി ഇവർ വീഡിയോ സോ ഈ ന്യൂസിൽ പറയുന്നതനുസരിച്ചിട്ട് ആദ്യത്തെ ഹസ്ബൻഡ് കൂടാതെ, രണ്ടാമത്തെ ബോയ് ഫ്രണ്ട് കൂടാതെ, മൂന്നാമത്തെ ഒരാളുടെ കാര്യം കൂടി ഈ ഒരു ന്യൂസിനകത്ത് പറയുന്നുണ്ട്. അതാരാണ്? വേറെ ആണുങ്ങളുമായിട്ടുള്ള സൗഹൃദം. അതേ ചൊല്ലി സന്ദേശും ചിന്നുവും തമ്മിൽ വഴക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അത് പോലീസ് പറഞ്ഞു എന്ന് പറഞ്ഞാണ് പറയുന്നത്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് ആരാണ്? അയാളെയും ചോദ്യം ചെയ്യേണ്ടതല്ലേ? അത് സംബന്ധമായിട്ടുള്ള യാതൊരു ന്യൂസോ ഒരു കാര്യങ്ങളോ വന്നിട്ടില്ല. അങ്ങനെ ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സന്ദേശം നിരപരാധിയാണ്. സോ ഈ ഒരു കാര്യം ഇങ്ങനെ ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു കിടക്കുകയാണ്. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ക്ലാരിറ്റിയും ഇല്ല. അവിടെ ബന്ധം, ഇവിടെ ബന്ധം, ആദ്യത്തെ ഭർത്താവ് വിളിച്ചോടുന്നു. സോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. ഇനി സന്ദേശിന്റെ മരണത്തിലോട്ട് വരാം. പുള്ളിയും സെയിം എന്താണോ ചിന്നു ചെയ്തത് അതുപോലെ തന്നെയാണ് പുള്ളിക്കാരനും ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ദുരൂഹതകളൊന്നുമില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂസ് ചെയ്യാനെന്ന് വെക്കാം. ഈ സന്ദേശം ചിന്നുപ്പാപ്പും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ സന്ദേശിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു ചോദ്യം ചെയ്യാൻ വേണ്ടി. വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം അതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, മറ്റ് ദുരൂഹതകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിറ്റേന്ന് തന്നെ ഈ പോലീസ് ഇദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. വിട്ടയക്കുമ്പോൾ തന്നെ പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഈ രേഷ്മയുടെ മരണം വലിയൊരു ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി അവരോടൊപ്പമാണ് വിട്ടയച്ചത്. അപ്പോൾ തന്നെ പോലീസ് അധികൃതർ ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു ചില കൗൺസിലിംഗ് ഒക്കെ നൽകണം, ഇദ്ദേഹം കുറച്ച് ഡിപ്രഷനിലാണെന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ ഈ സന്ദേശിനൊപ്പം പലപ്പോഴും കൂട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. രാത്രി ഇദ്ദേഹം ഉറങ്ങിയതിനു ശേഷം മാത്രമാണ് കൂട്ടുകാർ ഈ വീട്ടിൽ നിന്ന് മടങ്ങിയതെന്നാണ് ഇന്നലെ ഈ കൂട്ടുകാരുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇതിൽ മരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്നുള്ള ഇപ്പോഴും ഒരു ദുരൂഹത നിലനിൽക്കുകയാണ്. കൂട്ടുകാർ ഇന്നലെ നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ പറയാൻ തയ്യാറായില്ലെങ്കിൽ പക്ഷേ അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും രേഷ്മയുടെ മരണത്തിന് പ്രധാന കാരണം ഈ കൂടെ താമസിക്കുന്ന സന്ദേശമാണെന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ വെച്ച് വലിയ രീതിയിൽ പ്രചാരണം നടന്നു. അതിൻ്റെ ഒരു മാനസിക പ്രശ്നം, മാനസിക ഒരു ആഘാതം കൂടി സന്ദേശത്തിന് ഉണ്ടായിരുന്നു എന്ന് കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പോലീസ് അക്കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. സോ പോലീസ് ഓൾറെഡി പറഞ്ഞു വിട്ടതാണ് ഇദ്ദേഹത്തിന് ഡിപ്രഷനാണ്, മെന്റലി ഓക്കെ അല്ല. സോ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ, പിന്നെ വേറെ പല വീഡിയോസും കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് ഉള്ള വീഡിയോസ്. ഇതൊക്കെ കണ്ട സമയത്ത് മേ ബി ഒന്നും കൂടെ മെന്റലി ഡൗൺ ആയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള കടുങ്കൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തിയോട് സംസാരിച്ച സമയത്തും പുള്ളിക്കാരത്തിയും ഈ ഒരു റീസൺ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പുള്ളിക്കാരത്തി പറഞ്ഞ ആ ഒരു വോയിസും കൂടെ ഞാൻ വെക്കാം. ഫ്രണ്ട്സ് പറയണത് സോഷ്യൽ മീഡിയയിൽ ആളതിൻ്റെ കാര്യങ്ങൾ ലീക്കായി, ആളുടെ ഫോട്ടോസും കാര്യങ്ങളും പുറത്തു വന്നു. അതേപോലെ ആള് കാരണമാണ് അവൾ മരിച്ചത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അത്
അവന് അതിൻ്റെ പേരിൽ ഭയങ്കര മെൻ്റലി കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു എന്ന്, ഭയങ്കര ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു എന്ന്. അവൻ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പേരിൽ അവൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. അവർ തമ്മിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടുകാരുടെ ഇഷ്യൂ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവൾ പക്ഷെ ഇങ്ങനെ ചെയ്യുന്നുള്ളത് വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം അവൾ അങ്ങനെ പോവുകയും ചെയ്തു. അപ്പം ആ വിഷമത്തിൽ നിൽക്കുന്നതിൻ്റെ ഒപ്പം ഇനി ഇതിൻ്റെ പേരിൽ അവൻ ഇനി ജയിലിലും കൂടി പോയി കിടക്കേണ്ടി വരും. അതേപോലെ എല്ലാവരും നാട്ടുകാർ മുഴുവൻ അതും പറയാൻ തുടങ്ങി എന്നുള്ള സംഭവം കൊണ്ടാണ് അവൻ ചെയ്തതെന്നാണ് പറയുന്നത്. മെയിനായിട്ട് അവൻ്റെ ഐഡൻറ്റിറ്റി പബ്ലിക്കായി, പ്ലസ് ഐഡൻറ്റിറ്റി ആവണതിന് മുന്നേ തന്നെ അവനാണ് എല്ലാം ആക്കണത്. ഇപ്പം അവളുടെ ഫാമിലി പറയുന്നുണ്ട് അവൻ കാരണമാണ് എന്താ പറയുക ചിന്നു സൂയിസൈഡ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. വളരെ കുറച്ച് പേരാണ് മുൻപത്തെ ഇതിൽ അവളെ വിഷമിച്ചിട്ടാക്കണു എന്നുള്ളത് പറയണേ. പക്ഷെ മുൻപത്തെ ഇതിലത്തെ വിഷമവും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഈ റിലേഷൻഷിപ്പിൽ അവർ രണ്ടുപേരും കംപ്ലീറ്റ്ലി ഹാപ്പി ആയിരുന്നു എന്ന്. അപ്പോൾ അങ്ങനത്തെ ആ സംഭവത്തിലുള്ള വിഷമവും കാര്യങ്ങളൊന്നും ഇല്ല, അത് സത്യമാണ്. പക്ഷെ ഇവർ തമ്മിൽ അങ്ങനെ ഒരു ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നം ഇല്ല എന്നുള്ളതാണ് ഇവൻ പറയണേന്ന്. ഇനി ഒരു പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലും ഇവൻ്റെ വീട്ടുകാരോ ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി പേടിപ്പിക്കാൻ ചെയ്താണോ എന്ന് പോലും അറിയില്ല. ഇങ്ങനെ ചെയ്യാനും വേണ്ടി ഒന്നും ഇല്ല എന്നാണ് ഇവൻ പറഞ്ഞത്. ഇവൻ്റെ ഫോട്ടോസ് വെളിയിൽ വരും, അതൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഇവൻ കാരണമാണ് ആക്കിയേ, അങ്ങനെ അവൻ കാരണം ചിന്നുപാപ്പ ഇങ്ങനെ ജീവൻ ഒടുക്കി, അവനൊന്നും അറിയില്ല എന്നുള്ളത് പറയണത്. അവർ തമ്മിൽ എപ്പോഴും പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് കുറേ ന്യൂസ് ഓൾറെഡി പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ പിന്നാലെ ഐഡൻറ്റിറ്റിയും പുറത്തായി. പിന്നെ എല്ലാവരും അവൻ്റെ ഫോട്ടോ വെച്ചിട്ട് അവനെ കുറ്റപ്പെടുത്താനും കാര്യങ്ങളും സോഷ്യൽ മീഡിയ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊന്നും അവന് കേൾക്കാൻ പറ്റാണ്ടാണ് അവൻ ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. സോ ഇതാണ് ആ പുള്ളിക്കാരത്തെ ഞാനായിട്ട് ഷെയർ ചെയ്ത കാര്യം. ഇത് തന്നെയാണ് പ്രോപ്പർ റീസൺ എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ഇവരുടെ ഈ പുറത്ത് വന്ന ഫോട്ടോസൊക്കെ ഇവർ പബ്ലിക്കായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ട ഫോട്ടോസാണ്. അതുപോലെ തന്നെ ഈ ചിന്നു പാപ്പുവിന്റെ പല റീൽസിലും സന്ദേശിനെ കാണാൻ പറ്റുന്നതാണ്. ഒരു റീൽ ഞാൻ കാണിച്ചു തരാം. അപ്പയിലെ ചെങ്ങായിമാറ ഈ കീഞ്ഞിട്ട് വേറെ എടുക്കുമല്ല, ഇന്നൊരു മങ്ങലുണ്ട് നമ്മളെ അതുന്റെ. എല്ലാവരും തിന്നുന്ന തിരക്കിലുണ്ട്. എനിക്ക് നമ്മളെ ചെക്കനെ കാണണോ? ചെക്കനെ കണ്ടിട്ട് ഞാൻ ഞെട്ടി കൈസ്. എന്തോ ഒരു ചെയ്യലവ കിരീടെല്ലാം വെച്ചിട്ട് നിന്നിന് കൈസ്. അവരുടെ കോസ്റ്റ്യൂമേ ഇങ്ങനത്തതൊക്കെ. സൈഡിൽ നിൽക്കുന്ന വ്യക്തി ഈ പറയുന്ന ഇപ്പൊ മരിച്ച സന്ദേശമാണ്. അപ്പൊ വെള്ളിയും ഫുള്ള് കിരീടോ മാല മുത്തു പോലത്തെല്ലോ. അങ്ങനെ ഞങ്ങൾ മുണ്ടിയിട്ട് നേരെ പോയത് ബാറ്റിങ്ങിന് കൈസ്. ബാറ്റിംഗ് മീൻസ് ഫുഡ്. അപ്പൂന്റെ കണ്ണില്ല ബിരിയാണി ചെമ്പില കന്നുണ്ടായിനത്. അങ്ങനെ ഞങ്ങളെ ബാറ്റിംഗ് സ്റ്റാർട്ടായി കൈസ്. ബാക്കി കണ്ടോ നിങ്ങനെ. ഇതാണ് സന്ദേശ്. ചിന്നുവിന്റെ പല വീഡിയോസിലും ഇദ്ദേഹം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ചിന്നുവിനെ ഫോളോ ചെയ്യുന്ന പല ആളുകൾക്കും സന്ദേശിനെ അറിയാം, അല്ലാതെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോസ് ഒക്കെ ലീക്ക് ആവാൻ അല്ലെങ്കിൽ ആളുകൾക്ക് ഊഹാപോഹങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു എന്ന് തോന്നുന്നു. നേരത്തെ ആ പുള്ളിക്കാരത്തി പറഞ്ഞ പോലെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള കുറ്റപ്പെടുത്തൽ, നാട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള കുറ്റപ്പെടുത്തൽ, ന്യൂസിനകത്ത് പറഞ്ഞ പോലെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ സന്ദേശാണ് ഈ ചിന്നുവിന്റെ മരണത്തിന് കാരണം എന്നുള്ള തരത്തിൽ പറഞ്ഞങ്ങ് വരുത്തിയിട്ടുണ്ടാവും. അതിനകത്ത് മനംനൊന്നിട്ടായിരിക്കണം ഈ പുള്ളിക്കാരൻ ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ മനുഷ്യന്മാരുടെ മനസ്സാണ്, എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് ചിന്തിച്ച് വെക്കുന്നത് ചെയ്തു കൂട്ടുന്നതെന്ന് അവർക്ക് പോലും ചിലപ്പോൾ മനസ്സിലാവത്തില്ല. ഡിപ്രഷൻ അടിച്ച് പണ്ടാരടങ്ങിയിട്ട് ചിലപ്പം ചെയ്തതാവും. പോലീസ് തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരന്റെ മൈൻഡ് സെറ്റ് ഓക്കെ അല്ല എന്ന്. അതുകൊണ്ട് കൂട്ടുകാരൊക്കെ സന്ദേശിന്റെ കൂടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിനകത്ത് ഇനി വേറെ എന്തെങ്കിലും റീസൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. സോ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ പ്രജുവിന് അവനൊരു കൈ ഉണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. പുള്ളിക്കാരൻ വേറെ സ്ത്രീയായിട്ട് പോയതും ഈ ചിന്നു പാപ്പിന്റെ മരണവും സന്ദേശിന്റെ മരണവുമായിട്ടൊന്നും അതുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സോ കൂടുതൽ ഡീറ്റെയിൽസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവൈലബിൾ അല്ല. എന്തായാലും പോലീസ് കണ്ടെത്തട്ടെ. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ വന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. അപ്പോൾ ശരി, വേറെ